നമസ്കാരം. ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വിജയം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു മാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ അണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വലുതായി അതിൽ നിന്ന് മാങ്ങകൾ ഉണ്ടാകുമ്പോൾ ഒരണ്ടിയെ കുഴിച്ചിട്ടുള്ള അനേകം മാങ്ങകൾ നമുക്കത് ലഭിക്കും. അത് നമ്മുടെ ഒരു സമ്പത്താണ്. അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാവിധി യഥാസമയത്ത് ചെയ്താൽ സമയാസമയങ്ങളിൽ വിവാഹം നടക്കൽ, അതേപോലെ തന്നെ ജോലി ലഭിക്കൽ, ധാരാളം സമ്പത്ത് ഉണ്ടാവൽ, ഇതൊക്കെ നമുക്ക് ലഭിക്കും. കാരണം നമുക്കൊരു കല്ല് കയ്യിലെടുത്തിട്ട് എറിയാൻ പറ്റുന്ന പ്രായത്തിൽ എറിഞ്ഞാലാണ് അത് എറിയേണ്ട സ്ഥലത്ത് നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തും. നേരെ മറിച്ച് കുറേ കഴിഞ്ഞ് നമുക്കത് ഒന്ന് എറിഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് അത് എത്തി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കയ്യിൽ സമ്പത്ത് ധാരാളം ഉണ്ടാവുക, സത്യസന്ധമായ സമ്പത്തുണ്ടാവുക, അതേപോലെ തന്നെ നല്ല ജോലി ലഭിക്കുക, നമ്മൾക്ക് നല്ലൊരു വീട് വയ്ക്കാൻ കഴിയുക, എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാ മനുഷ്യജന്മത്തിൽ ഉള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് നിർമ്മിക്കുക. അപ്പോൾ ആ വീട് വയ്ക്കാനുള്ള സമ്പത്ത് ഉണ്ടാവുക. ഇന്നിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വീട് വയ്ക്കണമെന്ന്. വീട് വയ്ക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് വീട് വയ്ക്കാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുക. കാരണം നമ്മളൊന്നുകിൽ ബാങ്കിനെ സമീപിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങളെ യഥാവിധി യഥാസമയത്ത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയും. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും പല മാറ്റങ്ങൾ സംഭവിക്കാം. ശ്രദ്ധയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്താൽ 100% വിജയിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. വീണ്ടും നിങ്ങളുമായിട്ട് ഒത്തുചേരാം. നമസ്തേ.